ആകാശവാണി വാർത്താവീക്ഷണം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ. തയ്യാറാക്കിയത് ഡോക്ടർ വസുന്ധര വി.ആർ., മെഡിക്കൽ ഡയറക്ടർ, ജീവനം, തിരുവനന്തപുരം. അവതരണം ബിന്ദു വിനോദ്. മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ പൈതൃകങ്ങളിലൊന്നായ യോഗയുടെ അത്ഭുതകരമായ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉദ്ഭവിച്ച ഈ ശാശ്വത ജ്ഞാനം ഇന്ന് ഭൂഖണ്ഡങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തലമുറകളെയും അതിജീവിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, നിഷ്ക്രിയ ജീവിതശൈലി രോഗങ്ങൾ, അതിവേഗം പ്രായമാകുന്ന ജനസംഖ്യ എന്നിവയെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യോഗ പ്രായോഗികവും സമഗ്രവുമായ ഒരു പരിഹാരമാണ്. യോഗ എന്നത് വെറും വ്യായാമമല്ല, ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കുന്ന സമഗ്രമായ ജീവിത രീതിയാണ് അത്. യോഗ എന്ന പദം സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന്റെ അർത്ഥം ചേരുക, ഐക്യപ്പെടുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ്. വ്യക്തിപരമായ ബോധവും സർവ്വവ്യാപകമായ ബോധവും തമ്മിലുള്ള ഐക്യത്തെയാണ് യോഗ സൂചിപ്പിക്കുന്നത്. ശരീരവും മനസ്സും ചിന്തയും പ്രവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് യോഗ പ്രതിനിധീകരിക്കുന്നത്. പ്രാചീന മഹർഷിയായ പതഞ്ജലി തന്റെ യോഗസൂത്രങ്ങളിൽ യോഗയെ ഇപ്രകാരം നിർവചിക്കുന്നു: യോഗശ്ചിത്തവൃത്തി നിരോധ. മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് യോഗ. ഈ നിർവചനം യോഗ അടിസ്ഥാനപരമായി ആത്മനിയന്ത്രണത്തിന്റെയും ആന്തരിക പരിവർത്തനത്തിന്റെയും ശാസ്ത്രമാണെന്ന് വ്യക്തമാക്കുന്നു. ധാർമ്മിക ജീവിതം, സ്വയം അച്ചടക്കം, ശ്വാസനിയന്ത്രണം, ഏകാഗ്രത, ധ്യാനം, ഒടുവിൽ ആത്മസാക്ഷാത്കാരം എന്നിവയെല്ലാം യോഗയുടെ ഭാഗമാണ്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘടകങ്ങളാണുള്ളത്. ഈ 8 ഘടകങ്ങളും ഒരുമിച്ച് ശാരീരിക ആരോഗ്യം, മാനസിക വ്യക്തത, വൈകാരിക സ്ഥിരത, ആത്മീയ വളർച്ച എന്നിവ കൈവരിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗം നൽകുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യോഗ അംഗീകരിക്കുന്നു. സന്തുലിതാവസ്ഥ, ആത്മബോധം, മാനസിക കരുത്ത്, കരുണ എന്നിവ വളർത്തിയെടുക്കുന്ന യോഗ ആധുനിക ജീവിതത്തിൽ കൂടുതൽ പ്രസക്തമാണ്. യോഗത്തിന്റെ ഉത്ഭവവും ചരിത്രപരമായ വികാസവും എന്താണെന്ന് പരിശോധിക്കാം. ക്രിസ്തുവിനു മുമ്പ് ഏകദേശം 2700 മുതൽ 1900 വരെ നിലനിന്നിരുന്ന സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകളിൽ ധ്യാനമുദ്രയിലിരിക്കുന്ന രൂപങ്ങൾ ആലേഖനം ചെയ്ത മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. യോഗസദൃശ്യമായ ആത്മീയ അഭ്യാസങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്നതിന് ഇവ സൂചന നൽകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സ്തുതിഗീതങ്ങളും ദാർശനിക ചിന്തകളും പിന്നീട് രൂപം കൊണ്ട യോഗ പാരമ്പര്യങ്ങൾക്ക് അടിത്തറയായി. ഉപനിഷത്തുകൾ ആത്മാവിന്റെ സ്വഭാവം, ആത്മസാക്ഷാത്കാരം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ചു. ഭഗവത്ഗീത യോഗത്തെ ദൈനംദിന ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗമായി അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ വിവിധ യോഗമാർഗങ്ങളെ വിശദീകരിക്കുന്നു. ക്രിസ്തുവിനു മുമ്പ് 2-ാം നൂറ്റാണ്ടോടുകൂടി മഹർഷി പതഞ്ജലി വിവിധ യോഗ പാരമ്പര്യങ്ങളെ സമന്വയിപ്പിച്ച് യോഗസൂത്രങ്ങൾ രചിച്ചു. ഇന്നും ലോകമെമ്പാടുമുള്ള യോഗ സാധകർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ദാർശനിക അടിത്തറ ഇതുവഴി രൂപപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഹഠയോഗം പോലുള്ള പുതിയ യോഗ പരമ്പരകൾ വളർന്നു. ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ യോഗ സാഹിത്യത്തെ സമ്പന്നമാക്കുകയും യോഗയുടെ പ്രായോഗിക വശങ്ങളെ വികസിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയിലും ലോകത്തും യോഗയുടെ പ്രാധാന്യം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് യോഗയുടെ ആധുനിക പുനരുജ്ജീവനം ആരംഭിച്ചത്. ദർശനശക്തിയുള്ള ആത്മീയ നേതാക്കൾ യോഗയെ ലോകസമൂഹത്തിന് പരിചയപ്പെടുത്തി. അവർ യോഗയെ ആത്മീയ ശാസ്ത്രമെന്നതിലുപരി മനുഷ്യ വികസനത്തിനുള്ള സർവ്വലൗകിക ശാസ്ത്രമായും അവതരിപ്പിച്ചു. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ യോഗ ദർശനത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. തുടർന്ന് അനേകം യോഗാചാര്യന്മാരും സ്ഥാപനങ്ങളും അധ്യാപനം, ഗവേഷണം, പ്രസിദ്ധീകരണങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയിലൂടെ യോഗയെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു.
ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, പ്രതിരോധം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ യോഗ വ്യാപകമായി ഉൾക്കൊള്ളപ്പെട്ടു. ഹൃദയാരോഗ്യം, ശ്വസന പ്രവർത്തനം, പേശി അസ്ഥി ആരോഗ്യം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, മാനസികാരോഗ്യം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് യോഗ സഹായകമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ഥിരമായ യോഗാഭ്യാസം സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും ആശുപത്രികളിലും സർവകലാശാലകളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വീടുകളിലും യോഗ അഭ്യസിക്കപ്പെടുന്നു. ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും സുസ്ഥിര ജീവിതത്തിന്റെയും ആഗോള പ്രസ്ഥാനമായി യോഗ ഇന്ന് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തുടക്കം 2014 സെപ്റ്റംബർ മാസം യോഗയുടെ ആഗോളയാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. യോഗ ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന്റെ അമൂല്യ സമ്മാനമാണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം വളർത്താൻ അതിന് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 177 രാജ്യങ്ങൾ സഹപ്രായോജകരായി രംഗത്തെത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച പ്രമേയങ്ങളിലൊന്നായി ഇതിനെ മാറ്റി. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 ഔദ്യോഗികമായി അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന് ലഭിച്ച ആഗോള അംഗീകാരത്തിന്റെ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. ജൂൺ 21 പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ വേനൽ അയനാന്ത ദിനമാണത്. യോഗ പാരമ്പര്യത്തിൽ ഈ ദിവസം പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2015 ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗ ദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെയാണ് തുടക്കമായത്. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്കു പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗാ ദിന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലോക് ഭവനിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രാചീന ഇന്ത്യയിൽ ആരംഭിച്ച യോഗ ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ആഗോള പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ. മനുഷ്യരാശിക്കുള്ള ഇന്ത്യയുടെ ശാശ്വത സമ്മാനമാണ് യോഗ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.